മകളുടെ കല്യാണം ഓരോ മാതാപിതാക്കളുടെയും സ്വപ്നമാണ്. സാമ്പത്തികമായി കഴിവില്ലാത്തവർ പോലും കടം വാങ്ങിയെങ്കിലും പൊന്നും പണവും നൽകി പെൺമക്കളെ കെട്ടിച്ചയക്കാറാണ് പതിവ്. എന്നാലിപ്പോൾ സോഷ്യൽ മീഡിയയെ ഞെട്ടിക്കുന്നത് ഷാഫി ആലുങ്ങൽ എന്ന പിതാവാണ്. മകളുടെ കല്യാണം ഷാഫി നടത്തിയത് എങ്ങനെയെന്ന് കണ്ട് നാട്ടുകാർ പോലും ഞെട്ടിയിരിക്കുകയാണ്. 3000 രൂപയ്ക്കുള്ള ആഭരണമിട്ടാണ് ഷാഫി ഇന്നലെ മകളെ കല്യാണ പന്തലിലേക്ക് കൈപിടിച്ചത്. അതിലും ഒരു തരി പൊന്നില്ല. ഇതിനു പിന്നിലുള്ള ഹൃദയം പൊള്ളും കഥ ഷാഫി തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ്. കുറിപ്പ് ഇങ്ങനെ: സ്വർണത്തിന് അല്പം പണം അഡ്വാൻസ് അടച്ചാൽ പല ഓഫറുകളുമുണ്ട്. മകളുടെ വിവാഹ വിവരമറിഞ്ഞ് പ്രശസ്ത ജ്വല്ലറിയിൽ നിന്ന് ഫോൺ വിളി വന്നു. എന്റെ മകളുടെ വിവാഹത്തിന് സ്വർണത്തിന്റെ ആവശ്യമില്ല. ഞാൻ മറുപടിയും കൊടുത്തു. 20 വർഷം മുമ്പ് എന്റെ ആദ്യത്തെ പെൺകൺമണി ജനിച്ചപ്പോൾ തന്നെ ഞാൻ മക്കളെ സ്വർണം ധരിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു. അതുകൊണ്ട് 3 പെൺമക്കളുടെ കാത് പോലും ഇന്നേ വരെ കുത്തിയിട്ടില്ല. ചെറുപ്രായത്തിൽ ആഭരണം ധരിച്ച മറ്റു കുട്ടികളെ കാണുമ്പോൾ എന്റെ മക്കൾ അവരുടെ ചെവിയിൽ പിടിച്ചും മറ്റും ആഭരണങ്ങൾക്ക് ചിലപ്പോൾ വാശി പിടിക്കുമായിരുന്നു. മുതിർന്നപ്പോൾ അവർക്കാർക്കും ആഭരണങ്ങളോട് യാതൊരു താല്പര്യവുമില്ലാതെയായി, പ്രത്യേകിച്ചും സ്വർണത്തോട്. വർഷങ്ങൾക്ക് മുൻപ് എന്റെ സഹോദരിമാരെ വിവാഹമന്വേഷിച്ച ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട അളിയന്മാർ അന്ന് സ്വർണം ആവശ്യപ്പെട്ടിരുന്നില്ലെങ്കിലും അക്കാലത്തെ നാട്ടുനടപ്പ് നടപ്പിലാക്കാൻ ഞാൻ ഒരുപാട് പെട്ടതും മറ്റുള്ളവരിൽ നിന്ന് അതിനായി പണം വാങ്ങേണ്ടി വന്നതും എനിക്കിന്നും മറക്കാനാവുന്ന ഓർമ്മയല്ല. അന്നു ഞാനെടുത്ത പ്രതിജ്ഞയ്ക്ക് ഇന്ന് പ്രായം 20 കഴിഞ്ഞു. മൂത്ത മകളെ വിവാഹമന്വേഷിച്ച ചെറുക്കന്റെ പിതാവിനോട് ഞാൻ എന്റെ നിലപാടുകൾ വിശദീകരിച്ചു. 1 ഗ്രാം സ്വർണം വിവാഹത്തിനായി ഞാൻ ഒരുക്കി വെച്ചിട്ടില്ല. ഇന്നേ വരെ എന്റെ മക്കളെ സ്വർണം ധരിപ്പിച്ചിട്ടില്ല. ഒരു ചെറു കമ്മൽ ധരിക്കാൻ പോലും അവരുടെ ചെവികളിൽ ഞാൻ ദ്വാരമിട്ടിട്ടില്ല. നാട്ടുനടപ്പുകളോ ആചാരങ്ങളോ കീഴ്വഴക്കങ്ങളോ ഞാൻ എന്റെ മക്കളുടെ വിവാഹത്തിന് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിതാവ് എന്ന നിലയ്ക്ക് അവർക്ക് നല്ല വിദ്യാഭ്യാസവും സംസ്കാരവും പകർന്നു നൽകാൻ മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അതിന് മാത്രമേ ഞാൻ കാര്യമായി പണം ചെലവഴിക്കാറുള്ളൂ. ഭൗതികമായി വളരെ ഉയർന്ന വിവാഹാലോചനകൾ മകൾക്ക് വന്നിട്ടുണ്ടെങ്കിലും വരനാകാൻ പോകുന്നവന്റെ സ്വഭാവവും സംസ്കാരവും വിദ്യാഭ്യാസവും മാത്രമേ ഞാൻ പരിഗണിച്ചിട്ടുള്ളൂ. പെണ്ണിന് ഒരു തരി സ്വർണം നൽകില്ല എന്ന എന്റെ തീരുമാനത്തെ വരനാകാൻ പോകുന്ന അബ്ദുൽ ബാസിത്തിന്റെ പിതാവ് അരീക്കോട്ടുകാരൻ ഇബ്രാഹിംകുട്ടി സാഹിബ് വളരെ സന്തോഷപൂർവ്വമാണ് സ്വീകരിച്ചത്. മാതാവ് ബുഷ്ര ടീച്ചർക്കും അതുപോലെ തന്നെ. ഒരേ നിലപാടുള്ളവരെ യാദൃച്ഛികമായി കൂട്ടിയോജിപ്പിച്ച നാഥൻ എത്ര പരിശുദ്ധനാണ് എന്നും ഷാഫി പറയുന്നു. സ്ത്രീകളാണ് പലപ്പോഴും സ്ത്രീകളുടെ തന്നെ അന്തകരാകുന്നത്. സ്വർണത്തോടുള്ള സ്ത്രീകളുടെ ആർത്തിയും ഭ്രമവും കുറയാതെ സ്ത്രീധനം മൂലമുള്ള സ്ത്രീ പീഡനങ്ങൾ നമുക്ക് തടയാനാകില്ല. വിവാഹ സന്ദർഭത്തിൽ നിന്ന് പണത്തെ മാറ്റി നിർത്തിയതുപോലെ സ്വർണത്തെ കൂടി അകറ്റിയാൽ മാത്രമേ പെൺമക്കളുടെ വിവാഹത്തിനായുള്ള പാവപ്പെട്ട മാതാപിതാക്കളുടെ നാടുനീളെയുള്ള യാചനകൾക്ക് അറുതിയാവൂ. എല്ലാ മതങ്ങളും ഗവൺമെന്റും നിയമം മൂലം നിരോധിച്ച സ്ത്രീധനമെന്ന വിപത്തിനെ വിഭാടനം ചെയ്യാൻ ഈ മഞ്ഞലോഹത്തെ കാണുമ്പോൾ കൂടി നമ്മുടെ കണ്ണ് മഞ്ഞളിക്കാതിരിക്കണം. മകൾ ഷിഫ ബിൻത് ഷാഫിയുടെ വിവാഹത്തിന് വാങ്ങിയ വെറും 3000 രൂപയുടെ വെറൈറ്റി വെള്ളി ആഭരണങ്ങളുടെ ചിത്രങ്ങളും പോസ്റ്റിനൊപ്പം ഷാഫി പങ്കുവച്ചു. 21 വർഷമായ തന്റെ നിലപാടുകൾക്ക് താങ്ങായി നിൽക്കുന്ന ഭാര്യ സുൽഫത്താണ് തന്റെ ശക്തിയും പ്രചോദനവുമെന്നും ഷാഫി കുറിക്കുന്നു.